യേശുവിന്റെ ജീവിതം ഒരു കെട്ടുകഥയാണോ? നമുക്ക് പരിശോധിക്കാം. യേശുവിനും 3000 വർഷം മുൻപുള്ള ഈജിപ്തുകാരുടെ പൗരാണിക ദേവനായ ഹോറസിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഹോറസ് ജനിച്ചത് ഡിസംബർ 25-ന്. യേശു ജനിച്ചതും ഡിസംബർ 25-ന്. ഹോറസ് ജനിച്ചത് കന്യകയായ ഐസിസ് എന്ന സ്ത്രീയിൽ. യേശു ജനിച്ചത് കന്യകയായ മറിയത്തിൽ. ഹോറസിന്റെ ജന്മസമയത്ത് 3 പണ്ഡിതന്മാർ കിഴക്ക് നിന്നും വന്നു. യേശുവിനും അതേ അനുഭവം. ഹോറസിന് 12 ശിഷ്യന്മാർ, യേശുവിനും 12 ശിഷ്യന്മാർ. ടൈഫോൺ എന്ന രാജാവിനെ പേടിച്ച് ഹോറസിനെ ഈജിപ്തിലേക്ക് കടത്തിയ പോലെ യേശുവിനെയും ഈജിപ്തിലേക്ക് കടത്തി. ഹോറസിന്റെ പഠനം ദേവാലയത്തിൽ, യേശുവിന്റെ പഠനവും ദേവാലയത്തിൽ. ഹോറസിനെ 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. യേശുവിനെയും 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ഹോറസ് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യേശുവും അതേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഹോറസ് എൽ അസറസിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ലാസറസിനെയും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹോറസിനെ കുരിശിലേറ്റി, യേശുവിനെയും കുരിശിലേറ്റി. ഹോറസ് 3-ാം ദിവസം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുവും 3-ാം ദിവസം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇനി പിരമിഡിലെ ചിത്രങ്ങൾ ഒന്ന് നോക്കാം. ഹോറസിന്റെ മാതാവായ ഐസിസിന്റെ കയ്യിൽ ഹോറസും മേരിയുടെ കയ്യിൽ ജീസസും. ഇന്നത്തെ പോപ്പ് ഫ്രാൻസിസിന് ഇത് അംഗീകരിക്കേണ്ടി വന്നു. നമ്മുടെ യേശു ഹോറസ് തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഹോറസ് ഈജിപ്ഷ്യൻ പുരാണ കഥയിലെ ഒരു ആകാശ ദൈവമാണ് ഈ പുള്ളിക്കാരൻ. 2 ഹോറസ് ദൈവങ്ങളാണ് ഗ്രന്ഥം പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഹോറസിനെ ഹോറസ് ദി എൽഡർ, രണ്ടാമത്തെ ഹോറസിനെ ഹോറസ് ദ ഗ്രേറ്റ്. ദൈവങ്ങളിൽ അവസാനത്തെ ജന്മമെടുത്ത ഹോറസ് ഓസിയസിന്റെയും ഐസയുടെയും പുത്രൻ. എവിയൻ ദേവതകളിൽ പ്രധാനിയായ ഹോറസ് പല രൂപങ്ങളിൽ പല കഥകളിൽ രംഗത്ത് ഒരുപാട് പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോറസിനെ പൂർണ്ണമായി ഇന്നതാണെന്ന് പറയാൻ പല ഹിസ്റ്റോറിയന്മാർക്കും സാധിച്ചിട്ടില്ല. കാരണം പല ഐതിഹ്യ കഥകളാണ് ഉണ്ടായിരുന്നത്. ചില നിരീശ്വരവാദി പ്രസ്ഥാനങ്ങൾ 2000-ന് ശേഷം ഗൂഗിളിൽ പുതിയ കഥകളും മെനഞ്ഞെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമാണെന്ന് തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. ആകാശവും ഭൂമിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായതാണ് ഹോറസ് എന്നും വിശ്വസിക്കുന്നവർ കൂടുതലാണ്. 2004-ൽ ടോം ഹാർബൂർ എന്ന പുസ്തകവും അതിനു മുമ്പ് ദ പേഗൻ ക്രൈസ്റ്റ് എന്ന പുസ്തകവും ഉണ്ടായിരുന്നു. ഹോറസും യേശുവും ഒരേ സാഹചര്യത്തിലും ആശയങ്ങളിലും. ഹോറസിന്റെ ഒരു കള്ളപ്പതിപ്പാണ് യേശു എന്ന് സ്ഥാപിക്കാനാണ് ഈ 2 പുസ്തകങ്ങളും മെനക്കെട്ടിരിക്കുന്നത്. യേശു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആളല്ലെന്നും ഈ പുസ്തകങ്ങൾ മെനക്കെടുന്നുണ്ട് സ്ഥാപിക്കാൻ വേണ്ടി. ക്രിസ്ത്യാനികൾ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ നിന്നാണ് യേശുവിനെ രൂപപ്പെടുത്തിയതെന്നാണ് 2004-ലെ പുള്ളിയുടെ കണ്ടുപിടുത്തം. ലോക്ക് സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് മുതൽ എല്ലാ മതങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് മജിസ്ട്രേറ്റ് ആയിരുന്നു ഫിഗിൻസ് മാസി. അതുപോലെ ഈജിപ്ഷ്യൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ലഭ്യമായ ലിഖിതങ്ങൾ പഠിച്ച് ഇംഗ്ലീഷ് ആത്മീയവാദിയായി ചമഞ്ഞിരുന്ന കുഹിൻ. ഇദ്ദേഹത്തിന് പ്രിയം ക്രിസ്തുവിനെ എതിർക്കുന്ന തിയറി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഫിഗിൻ മാസിയുടെ ലിഖിതങ്ങളെ കോപ്പിയടിക്കുകയായിരുന്നു ഈ കുഹിൻ ചെയ്തത്. ഇതിനെ ഊഹക്കച്ചവടക്കാരുടെ സിദ്ധാന്തങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ഊഹക്കച്ചവടക്കാരുടെ സിദ്ധാന്തങ്ങൾ വലിയ അറിവില്ലാത്ത ക്രിസ്തീയ വിശ്വാസികൾ കേട്ടിട്ട് യേശു എന്ന രക്ഷകനെ ഹോറസായിട്ട് ചിത്രീകരിക്കുന്നവർ വേറെ അധികമാണ്. ഇതുകൂടാതെ ഹാർപ്പറിന്റെ പുസ്തകം ഇതിന് സമാനമായിട്ടാണ് വന്നത്. ഈ കൂട്ടർ വാദിക്കുന്നത് യേശു ഹോറസും ഗുഹയിൽ ജനിച്ചു. യേശു ആണെങ്കിലോ ബെത്ലഹേമിലെ ഗുഹയും ഹോറസ് ചതുരങ്ങളിലും ആയിട്ട് ജനിക്കുന്നു. യേശു സ്ഥിരമായി ജീവിക്കുന്നു, ഹോറസ് ചതുരങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഹോറസിന്റെ ജനനം ദൂതന്മാർ മുഖേന അറിയിച്ചു എന്നത് തെറ്റായ ആശയം ഇവർ മെനഞ്ഞെടുത്തതാണ്. ഈജിപ്തുകാർ സ്വപ്നത്തിലെ മാലാഖമാരെ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് അതിന് തെളിവ്. 3 ജ്ഞാനികൾ ഹോറസിന്റെ ജനനം പറയുവാൻ കടന്നു വന്നു എന്നുള്ളത് പച്ചക്കള്ളമാണ്. ആരും സന്ദർശിച്ചതായി യാതൊരു തെളിവുമില്ല. ഹോറസ് എലോസിസിനെ ഉയർപ്പിച്ചു എന്നത് ചമച്ച പച്ചക്കള്ളം. അതിന്റെ സത്യാവസ്ഥ ഓസിസ് മരിച്ചു, എന്നാൽ അവനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവന്റെ ഭാര്യയായ ഐസിസ് വിശ്വസിച്ചു. മൃതദേഹം സൂക്ഷിക്കാൻ സഹോദരി നെഫ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ട് മൃതദേഹത്തിനെ ഉയർപ്പിക്കാൻ ആവശ്യമായ സസ്യങ്ങളെ ശേഖരിക്കാൻ ഭാര്യ പോയി.
ഇവരുടെ സഹോദരങ്ങൾ വന്നപ്പോൾ സഹോദരനിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി ഇവൾ ഓസീസിനെ ഹാക്കർമാർ തകർത്തുവെന്നും ഓസീസിന്റെ ബോഡി പലതായി മുറിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൈൽ നദിയിൽ കളഞ്ഞുവെന്നും അവൾ കള്ളത്തരം പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സസ്യങ്ങളുമായി കടന്നുവന്ന ഭാര്യ ഐസീസ് തന്റെ ഭർത്താവിന്റെ ബോഡി അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. നെഫ്തീസ് പറഞ്ഞു ബോഡി കാണാനില്ല. സെറ്റെടുത്തുവെന്ന് പറഞ്ഞും പല കള്ളങ്ങൾ പറഞ്ഞും ഒഴിയുക ചെയ്തത്. അല്ലാതെ യാതൊരു ഉയർപ്പും നടന്നതിന്റെ തെളിവുകൾ ഇല്ല. ഹോറസും യേശുവും ഒരുപോലെ വിടുതൽ നൽകുന്ന ദൈവങ്ങളാണെന്ന് പ്രസ്താവിക്കാൻ ഈ കൂട്ടർ ശ്രമിച്ചിട്ടുണ്ട്. അതും പച്ചക്കള്ളമാണ്. ഹോറസ് ഭൗതിക രാജാവായി അവരുടെ മനുഷ്യരുടെ ആവശ്യങ്ങളുടെ ഉന്നമതിക്കായി നിലനിന്നു. യേശു ആകട്ടെ പാപങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന വിടുതലിനായി നിലനിന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ മനുഷ്യരെ സമർപ്പിക്കുന്ന ഒരു പുരോഹിതനായിട്ടാണ് യേശു അവതരിക്കുന്നത്. ഹോറസ് ക്രൂശിൽ മരിച്ചു എന്നതിന് ഒരു തെളിവുകളുമില്ല, വ്യാജ പ്രസ്താവന ആണ്. ഈജിപ്തുകാർക്ക് ക്രൂശ് മരണം വളരെ കുറവായിരുന്നു. ഹോറസ് 3-ാം ദിവസം ഉയർത്തു. യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഹോറസിന്റെ വിശ്വാസമാണെന്ന് ഇവർ ധരിക്കുന്നു. ഹോറസ് 3-ാം ദിവസം ഉയർത്തു എന്ന് ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈജിപ്തിലെ മതങ്ങളുടെ വിശ്വാസം മരിച്ച വ്യക്തി എന്ന നിലയിൽ ഭൂമിയിൽ വീണ്ടും ജീവനിലേക്ക് വരുന്ന ആരെയും ഈജിപ്ഷ്യൻ മതങ്ങൾ അംഗീകരിക്കുകയില്ല. മഹാനായ ദൈവമെന്ന് വിളിച്ച ഓസീസ് പോലും മരണാനന്തരം ഭൂമിയിൽ വരാൻ അവരുടെ മതം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഓസീസിനെ പുനർജീവിക്കുവാനായി ഐസിഎസിനെ സമ്മതിക്കാതിരുന്നത്. ഒരാൾ മരിച്ച് മറ്റൊരാളായി പുനർജീവിക്കുമെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. ഈ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് ക്രിസ്തുവിനെതിരെ കൊണ്ടുവരിക എന്ന ദൗത്യം 1500 വർഷങ്ങൾക്ക് ശേഷം ഉടലെടുത്തതാണ്. 2004 ഇത് ഗൂഗിളിൽ പ്രവേശിക്കുകയും ചില മലയാളികൾ ഇത് വായിച്ചിട്ട് ക്രിസ്തുവിനെതിരെ ജ്ഞാനികൾ എന്ന രീതിയിൽ സംസാരിക്കാൻ ഇടയാകുകയും ചെയ്തത്. നല്ല ക്രിസ്ത്യാനിയാകുവാൻ ആഗ്രഹിക്കുന്നവർ വില കുറഞ്ഞ ആശയങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക. ക്രിസ്തുവാണ്, അവന് തുല്യനായി ആരുമില്ല. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അവൻ ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളും സൗഖ്യം പ്രാപിക്കും.